കടലിൽ തീയാളുന്നു. കേരള തീരത്തിന് സമീപം അറബിക്കടലിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പൽ വാൻഹായ് 503-ലെ തീ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നാവികസേനയും കോസ്റ്റ് ഗാർഡും രക്ഷാദൌത്യം ഇപ്പോഴും തുടരുകയാണ്. ചരക്ക് കപ്പലിൽ ഇപ്പോഴും പൊട്ടിത്തെറിയും കനത്ത പുകയുമുണ്ട്. ഇത് ദൌത്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. കപ്പൽ 15 ഡിഗ്രിയോളം ചെരിഞ്ഞ അവസ്ഥയിലാണ് നിലവിലുള്ളത്. കാണാതായ 4 നാവികരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉൾക്കടലിൽ ആളിക്കത്തുന്ന ചരക്ക് കപ്പലിൽ ദൃശ്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്. രക്ഷാദൌത്യത്തിന് പോയ കപ്പലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം. ഇത് രക്ഷാ ദൗത്യത്തിന് പോയ കപ്പലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമുക്ക് വിദൂരതയിൽ ഈ ചരക്ക് കപ്പൽ കാണാം. വലിയ രീതിയിലുള്ള പുക അതിൽ നിന്നും ഉയരുന്നുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും ആശങ്കയുമായി ഇപ്പോൾ നിൽക്കുന്നത്. അത്രമാത്രം പൊട്ടിത്തെറിയും ഒപ്പം തന്നെ വലിയ തീപിടുത്തവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ അടുക്കാൻ കഴിയുന്നില്ല ഈ രക്ഷാദൗത്യത്തിന് ഏർപ്പെട്ട കപ്പലുകൾക്ക് എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മറ്റു ഡോണിയർ വിമാനങ്ങൾ ഇതിനെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ വേറെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിലകൊള്ളുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ്, ഏത് രീതിയിലാണ് തീ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ്. ദീപക് ധർമ്മടം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അത് രക്ഷാദൗത്യത്തിന് പോയ കപ്പലുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ അതിൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ? എന്തുകൊണ്ടാണ് ഈ തീ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത്? അത്രമാത്രം വലിയൊരു തീപിടുത്തമാണോ ആ കപ്പലിൽ ഉണ്ടായിരിക്കുന്നത്? ദീപക്, നമ്മൾ പുറത്തുവിട്ട, അതായത് ഇപ്പോഴും ഔദ്യോഗികമായി നേവി ഇത് റിലീസ് ചെയ്തിട്ടില്ല, വൈകിട്ടോടെ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ആ ദൃശ്യത്തിൽ തന്നെ, അതായത് ഈ ഓപ്പറേഷൻ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കപ്പലിനകത്തു നിന്നും എടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ൻ്റെ സ്ക്രീനിൽ കണ്ടത്. ആ ദൃശ്യത്തിൽ തന്നെ ഇതിൻ്റെ അപകടത്തിൻ്റെ കാഠിന്യം, ഈ രക്ഷാപ്രവർത്തനം എത്രമാത്രം ദുഷ്കരമാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ കപ്പലിനടുത്തേക്ക് പോയി ഒരു സേഫ് സ്റ്റേയിലൂടെ ഒരു ഫയർ ഫൈറ്റിംഗ് നടത്തുക സാധ്യമല്ല. കാരണം ഈ ദൃശ്യങ്ങളിൽ തന്നെ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും കറുത്ത പുകയും തീയും വരുന്നു. ഇപ്പോൾ അപ്പർ ഡെക്കിൻ്റെ പുറകുവശത്തേക്കാണ് അത് വ്യാപിക്കുന്നത് എന്നുള്ളത് വ്യക്തം. മറ്റൊരു കാര്യം, ഈ കപ്പൽ ആടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജിലാണ് ഈ കപ്പലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫയർ ഫൈറ്റിംഗ് ഒരു ഫിക്സ് മോഡിൽ നടത്താൻ സാധിക്കില്ല. കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കപ്പലിനടുത്ത് പോയി ഒരു ഫയർ ഫൈറ്റിംഗ് നടത്തുക എന്നാൽ അത് ഇന്ത്യൻ അസറ്റിനെ ഡാമേജ് ചെയ്യും. കാരണം കോസ്റ്റ് ഗാർഡിൻ്റെയും ഇന്ത്യൻ നേവിയുടെയും ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പലുകളെയാണ് അങ്ങോട്ടേക്ക് അയച്ചത്. അതിൽ സമുദ്രപ്രകാറിനെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തരം ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം, അതായത് ശത്രുരാജ്യ നിരീക്ഷണം, അതുപോലെ കപ്പലുകളുടെ സംരക്ഷണം, ഇതിലപ്പുറത്തേക്ക് പൊല്യൂഷൻ കൺട്രോൾ വെസലാണ്. അതിന് സാധാരണഗതിയിൽ പറയുന്നത് POV എന്നുള്ളതാണ്. അങ്ങനെ പൊല്യൂഷൻ കൺട്രോൾ വെസൽ, ആ കൺട്രോൾ വെസൽ അവിടെ ഡാമേജ് കൺട്രോളിങ് നടത്തുന്നു. അതുപോലെ തന്നെ ഈ മറ്റ് കപ്പലുകൾ, അതായത് പ്രണവേഷ് ഉൾപ്പെടെയുള്ള, അതുപോലെ സമർത്ത് ഉൾപ്പെടെയുള്ള കപ്പലുകൾ അവിടെ വിവിധ ദൗത്യങ്ങൾ നിർവഹിക്കുന്നു. കൊച്ചിയിൽ നിന്നും പോയ ഡ്രോണിയർ വിമാനം, ആ ഡ്രോണിയർ വിമാനം കൂടാതെ മറ്റൊരു ചേതക് ഹെലികോപ്റ്റർ കൂടി, ചേതക് വിമാനം കൂടി അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുതിയ വിവരം, കോഴിക്കോട് ബേപ്പൂരിൽ നിന്നുമുള്ള ചാർലി 144 അതുകൂടി അവിടെ എത്തിയിരിക്കുന്നു. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. പ്രത്യേകിച്ചും ഒരു ഭാഗത്ത് തെരച്ചിൽ, മറ്റൊരു ഭാഗത്ത് ഡാമേജ് കൺട്രോളിംഗ്, മറ്റൊരു ഭാഗത്ത് ഈ കപ്പൽ പൊട്ടിത്തെറിക്കാതിരിക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ അതിസങ്കീർണമായ ദൗത്യം. ഈ പ്രവർത്തനങ്ങളാണ് അവിടെ പുരോഗമിക്കുന്നത്. പ്രജിൻ, യെസ്, കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ള ഒരുപാട് രാസവസ്തുക്കൾ, അതിൽ പലതും ഈ പറയുന്നത് പോലെ കത്താൻ സഹായിക്കുന്ന കത്തുന്ന വാതകങ്ങൾ, ദ്രാവകങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ ക്വാണ്ടിറ്റിയിലുണ്ട്. അത് കപ്പൽ മാത്രമല്ല ഇപ്പോൾ കത്തുന്നത്, ഈ പറയുന്ന രാസവസ്തുക്കളെല്ലാം കത്തുന്നുണ്ട്. അത് കത്തി പിടിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് തീ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നതെന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി രക്ഷാദൗത്യം അത് ഏത് രീതിയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, അറിയേണ്ടത് ഈ രക്ഷാദൗത്യം അത് ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. ഇതിലത്തെ എല്ലാ ജീവനക്കാരെയും പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. 4 പേരെ കാണാതായി പോയിട്ടുണ്ട്. അവരെന്താണ്, എവിടെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഈ തിരച്ചിൽ, അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഒപ്പം തന്നെ ഈ കപ്പലിനെ രക്ഷിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കപ്പലിലെ മറ്റ് കണ്ടെയ്നറുകളെയൊക്കെ സുരക്ഷിതമായി വെക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ?
പ്രജിൻ 28 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം ശക്തമായി തുടരുന്നു. പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ഫോർവേഡ് ബേയിലാണ് ഈ കണ്ടെയ്നർ പൊട്ടി അതിനാൽ തീ പടർന്നതെങ്കിൽ ആ ഫോർവേഡ് ബേയിലുള്ള തീ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫോർവേഡ് ബേ എന്ന് പറഞ്ഞാൽ ഒരു വെസലിൻ്റെ ഏറ്റവും മുന്നിലത്തെ ഭാഗമാണ്. ആ ഭാഗത്തുണ്ടായിരുന്ന ആ തീയും അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളുമൊക്കെ നമുക്കൊരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ തീ അവിടെ നിന്ന് മധ്യഭാഗത്തേക്ക്, ഈ വെസലിൻ്റെ മധ്യഭാഗത്തേക്ക് പടർന്നു പിടിച്ചു. അവിടെയാണ് ഇപ്പോൾ പ്രതിസന്ധി നിൽക്കുന്നത്. അവിടെ ഇപ്പോഴും പൊട്ടിത്തെറിയും ഈ പുകപടലങ്ങളും തീയും ഒക്കെ പടർന്നു പിടിക്കുകയാണ്. അത് കൂൾ ഡൗൺ ചെയ്യാൻ ഇതുവരെ ഇന്ത്യൻ നേവിക്കും കോസ്റ്റ് ഗാർഡിനും സാധിച്ചിട്ടില്ല. അതത്ര ചെറിയ ദൗത്യവുമല്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്തുള്ള വസ്തുക്കളൊക്കെ എക്സ്പ്ലോസീവ് സ്വഭാവമുള്ള വസ്തുക്കളാണ്. പെയിൻ്റ് അടക്കമുള്ള അല്ലെങ്കിൽ റബ്ബർ പോലുള്ള വസ്തുക്കളൊക്കെ അതിനകത്തുണ്ട്. പെട്ടെന്ന് തന്നെ തീ ആളിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പർ ഡെക്കിൽ നിന്ന് ലോവർ ഡെക്കിലേക്കൊക്കെ തീ ഇതിനോടൊപ്പം തന്നെ പടർന്നു പിടിച്ചിട്ടുണ്ടാകും. ഇതിൽ നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഈ ഓയിൽ സ്പില്ല് ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എൽസ 3 മറിഞ്ഞ ഘട്ടത്തിൽ ഉണ്ടായ പോലത്തെ ഒരു ആശങ്കയായിരിക്കില്ല. അതിൻ്റെ ഒരു 10 ഇരട്ടി വലുപ്പത്തിലായിരിക്കും ഈ ആശങ്ക നിലനിൽക്കാൻ പോകുന്നത്. കാരണം ഇത് കുറച്ചുകൂടി വലിയ ഷിപ്പാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ഓയിൽ കണ്ടന്റിൻ്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 2000 ടൺ എന്നൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഓയിൽ സ്പില്ല് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ മേഖലകളിലേക്കും. നേരത്തെ എൽസ 3യിൽ നിന്ന് ഓയിൽ സ്പില്ല് ആ നിമിഷം ഉണ്ടായെങ്കിലും 2 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണിത്. ഈ നിമിഷം വരെ അതിനപ്പുറത്തേക്ക് പോകാതെ തടയാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും നേവിക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഓയിൽ സ്പിൽ ഉണ്ടായാൽ അത് നമ്മൾക്കൊരു പക്ഷേ നിയന്ത്രിക്കാനാകുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഭാഗത്ത് പുരോഗമിക്കുകയാണ്. മറ്റൊന്ന്, ഈ തീ കെടുത്താനുള്ള ശ്രമം 2 തരത്തിലാണ് പുരോഗമിക്കുന്നത്. അതിൽ ഒന്ന് നമ്മൾ രാവിലെ തൊട്ട് പറയുന്ന ബൗണ്ടറി കൂളിംഗ് ആണ്. ഈ തീപിടുത്തം ഉണ്ടായതിൻ്റെ തൊട്ടപ്പുറത്തെ വശത്ത് കൂൾ ചെയ്ത് അങ്ങോട്ടേക്ക് തീ കടത്താതിരിക്കാനുള്ള ഒരു ശ്രമം. മറ്റൊന്ന് ഫയർ ഫൈറ്റിംഗ് ആണ്. പൂർണ്ണമായൊരു ഫയർ ഫൈറ്റിങ്ങിലേക്ക് ഇപ്പോഴും നേവിയും കോസ്റ്റ് ഗാർഡും പോയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായൊരു ഫയർ ഫൈറ്റിങ്ങിലേക്ക് പോയാൽ അത് ഈ കപ്പൽ ഡിസ്ലൊക്കേറ്റഡ് ആകാനും ഇത് സിങ്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഒപ്പം സമാന്തരമായി തന്നെ 4 പേരെ കണ്ടെത്താനുള്ള ശ്രമവും പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും നേവിയും കോസ്റ്റ് ഗാർഡും ആവർത്തിച്ച് പറയുന്നത് ഈ 4 പേരെ കണ്ടെത്തുക എന്ന ഓപ്പറേഷൻ തന്നെയാണ് പ്രാധാന്യം. യെസ്, അത് തന്നെയാണ്. 4 ജീവനാണ്. അത് എവിടെയാണ്, ഏത് രീതിയിലാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായി ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും നേവിയും അറിയിച്ചിരിക്കുന്നത്. ഡോണിയർ വിമാനം അവിടെ റോന്തു ചുറ്റുന്നുണ്ട്. കടലിൽ, ഈ ഉൾക്കടലിലാണെന്നറിയാം. ഈ പറയുന്നത് പോലെ അഴീക്കൽ ഹാർബറിൽ നിന്ന് ഏതാണ്ട് 81 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം. ഉൾക്കടലിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു.